ഒഴിവുകൾ പ്രോപ്പറായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്കും അങ്ങയോട് ചോദിക്കാനുണ്ടായിരുന്നത്. അതായത് നിയമനം നടത്താൻ ഒരു ഒഴിവും സംസ്ഥാനത്ത് നിലവിലില്ലാതിരുന്നപ്പോഴാണോ കഴിഞ്ഞ മാർച്ചിൽ നിങ്ങൾ ആദ്യഘട്ട സമരം നടത്തിയത്? അല്ല. അതായത് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു വർഷം പൂർത്തിയാവുന്ന സമയം 8 മാസം പിന്നിട്ടു. ആ കാലയളവിൽ പോലും പഴയ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ആ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചിട്ടും ആ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ വരെ പുറത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടായ ഒഴിവ് വരെ എടുത്ത് പുറത്തു പോകുന്ന അധ്യാപകരെ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ പുറത്തു പോയ അധ്യാപകരെ ഇവർക്ക് ഉണ്ടായിരുന്ന ഒഴിവിലേക്ക് ഫില്ല് ചെയ്തു. അപ്പോൾ ഇവരുടെ ശരിക്കുള്ള അജണ്ട എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള അധ്യാപകരെ സംരക്ഷിക്കുക. ആ അധ്യാപകരെ സംരക്ഷിക്കേണ്ടത് ഏത് ഒഴിവിലേക്കാണെന്ന് ഓൾറെഡി അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വരുന്ന റിട്ടയർമെൻറ്റ് വേക്കൻസിയിലോട്ട്. അങ്ങനെ റിട്ടയർമെൻറ്റ് വേക്കൻസിയിലോട്ട് റീഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളും പുറത്ത് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്. മറിച്ച് അവർ വേറൊന്നും ചിന്തിക്കുന്നില്ല. വേറെ ഏത് ഒഴിവിലേക്ക് ഇവരെ പുനർവിന്യസിക്കാം, അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ എന്നൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിലൊരു വഴിയുണ്ട്. കാലാനുസൃതമായ മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണ്. നേരത്തെ കാലങ്ങളിൽ ഇപ്പോൾ സാറ് ഇപ്പോൾ പല രാഷ്ട്രീയ മുന്നണിയിലുള്ള ഒരുപാട് വ്യക്തികൾ പറഞ്ഞതുപോലെ നമുക്ക് രാഷ്ട്രീയമില്ല, നമുക്ക് ജോലിയാണ് രാഷ്ട്രീയം, നമ്മുടെ ജീവിതമാണ് നമ്മുടെ രാഷ്ട്രീയം, അതായത് നമ്മുടെ വേദനയൊക്കെ നമ്മുടെ രാഷ്ട്രീയമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരം പോലെ ഞങ്ങൾ സമരം ചെയ്യാൻ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു സമരത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പം അനിൽ സാറ് പറയുന്ന പോലെ ഞങ്ങൾ അന്ന് കാലത്ത്, അതായത് കഴിഞ്ഞ ഭരണകാലത്ത് ഒരു സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ കേട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞില്ല, അതിന് ചെവി ഓർത്തില്ല എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെയാണ് നിലവിൽ ഭരണം മാറിയപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. കാരണം അന്ന് പഴയ ഗവൺമെൻറ്റിന് 8 മാസം സമയമുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. പുനർവിന്യസിക്കേണ്ട അധ്യാപകരെ, മറ്റ് ഒഴിവുകൾ, നിരവധി ഒഴിവുകളുണ്ട്. SSK BRC പോലുള്ള ഒഴിവുകളുണ്ട്, HTV പോലുള്ള ഹെഡ് ടീച്ചർ വാക്കൻസി പോലുള്ള ഒഴിവുകളുണ്ട്. അല്ലെങ്കിൽ 50-50 എന്നുള്ള റേഷ്യോയിൽ പകുതി ഒഴിവുകളിൽ പുനർവിന്യസിക്കുകയും പകുതി ഒഴിവുകളിൽ PSC നിയമനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും തന്നെ ആ സർക്കാരും ആഗ്രഹിച്ചില്ല, നിലവിലുള്ള സർക്കാരും പരിഗണിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ഇനി നമ്മളൊരു ജോലി എന്ന് പറഞ്ഞ് മാത്രം അവരെ സന്ദർശിക്കുകയല്ല, ഞങ്ങളുടെ പ്രശ്നം ഇതാണ്, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമല്ല ഞങ്ങൾ അവിടെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് കുറച്ച് സമയം വേണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഞങ്ങളുടെ ലിസ്റ്റ് വന്നത് മെയ് 31, 2025 പോലും അതിന് മുന്നേ തന്നെ ഉള്ള ലിസ്റ്റിൽ ഞങ്ങളെ എൻ്റെ പാലക്കാട് ലിസ്റ്റിൽ 268 പേർക്കുള്ള നിയമനമാണ് അന്നായത്. സാധാരണ എല്ലാ ലിസ്റ്റും മുഴുവനായിട്ട് ഫില്ല് ചെയ്യാറുണ്ട്. മിക്കവാറും ഈ തെക്കുന്നുള്ള തിരുവനന്തപുരം, കൊല്ലം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ വരെ പാലക്കാട് സ്കൂളുകൾ ഉള്ളതുകൊണ്ടും നിയമനം പൂർണ്ണമായി നടക്കുമെന്നുള്ളതുകൊണ്ട് അങ്ങോട്ടാണ് പരീക്ഷ എഴുതാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ലിസ്റ്റിൽ ഒരു മെല്ലെപ്പൊക്കാണ് ഉണ്ടായത്. അത് ഞങ്ങൾ ആദ്യമേ ഞങ്ങളുടെ ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ, ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഗണ്യമായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ അന്ന് തന്നെ കുറച്ച് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം ചേർന്ന് കുട്ടികളെ ക്യാൻവാസ് ചെയ്ത്, അതായത് ബോധവൽക്കരണം നടത്തി ഗവൺമെൻറ് സ്കൂളുകളിൽ എത്തിക്കേണ്ട ഒരു മാതൃക ഞങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നിലവിലുള്ള എത്ര അധ്യാപകർ ഇതുപോലെ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികളെ എത്തിക്കാനായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂണ് പോലെ അൺഎയ്ഡഡ് സ്കൂളുകൾ ഇഷ്ടം പോലെ എല്ലാ വിദ്യാലയങ്ങളുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ എയ്ഡഡ് വിദ്യാലയങ്ങൾ വരെ അവരുടെ സീറ്റ് നിലനിർത്താനായിട്ട്, അവിടുത്തെ അധ്യാപകരുടെ സീറ്റ് നിലനിർത്താനായിട്ട് അവർ കുട്ടികളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ഒരു എയ്ഡഡ് മാനേജ്മെൻറ്റ് അറിയാമല്ലോ, കോഴ വാങ്ങിച്ച് തന്നെയാണ് ഒരു ആളെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു കുറച്ച് പൈസ എടുത്ത് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ എടുത്ത് ഒരു വണ്ടി വാങ്ങുന്നു. ആ വണ്ടി ഫ്രീ സർവീസ് നടത്തുന്നു. ഈ പറയുന്ന ഗവൺമെൻറ് വിദ്യാലയങ്ങളുടെ ഫീഡിങ് ഏരിയയിലോട്ടൊക്കെ പോയി അവിടുത്തെ കുട്ടികളെയും കൊണ്ടാണ് വരുന്നത്. അവർക്ക് ബുക്കും എല്ലാ സൗജന്യവുമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ അക്കാഡമിക് എന്നുള്ള
സംഭവം മിക്ക പാരൻസും, അതായത് സാധാരണ പാവപ്പെട്ട ജനങ്ങളുള്ള ജനവാസമുള്ള ആ ഏരിയയിലുള്ള കുട്ടി സുരക്ഷിതമായി സ്കൂളിൽ പോയി തിരിച്ചു മടങ്ങി വീട്ടിലെത്തിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും വിടുന്നത് ശരിക്കും നിലവാരം നോക്കാതെ ഈ പറയുന്ന എയ്ഡഡ് വിദ്യാലയങ്ങൾ കൂടിയാണ്. എയ്ഡഡ് വിദ്യാലയങ്ങൾ നിലവാരമില്ല എന്നല്ല അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വിദ്യാലയങ്ങളെ തകർക്കുന്ന രീതിയിൽ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഈ സമൂഹത്തിലുണ്ട്. അത് ഈ ഒരു അവസരത്തിൽ എനിക്ക് തുറന്നു കാട്ടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വ്യക്തമായി ഞങ്ങൾ സ്റ്റഡി ചെയ്തു. ഓരോ സബ്ജക്റ്റിൽ തിരിച്ച് എത്ര വിദ്യാലയങ്ങളിൽ ഇതുപോലെ ഡിവിഷൻ ഫോളോ വരും. Debate with Madhu Saji.